CPI സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊടിയുയരും. ഓണക്കാലത്ത് സഹകരണ മേഖലയിൽ നടന്നത് റെക്കോർഡ് വിൽപ്പന. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഭൂമിയായ ആലപ്പുഴയിൽ CPI സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊടിയുയരും. രാവിലെ 10 മണിക്ക് കാനം രാജേന്ദ്രൻ നഗറിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങും. വലിയ ചുടുകാട്ടിൽ നിന്നും പാർട്ടിയുടെ ശതാബ്ദി ആഘോഷത്തെ സ്മരിച്ചുകൊണ്ട് 100 വനിതാ അത്ലറ്റുകളാണ് ദീപശിഖ എത്തിക്കുന്നത്. KR ചന്ദ്രമോഹൻ പതാക ഉയർത്തും. തുടർന്ന് ജനറൽ സെക്രട്ടറി D രാജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാർട്ടിയുടെ യൂട്യൂബ് ചാനലായ കനൽ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ K നാരായണ ഉദ്ഘാടനം ചെയ്യും. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K പ്രകാശ് ബാബു, KP രാജേന്ദ്രൻ, P സന്തോഷ് കുമാർ MP എന്നിവർ പങ്കെടുക്കും. ഇത്തവണ ഓണക്കാലത്ത് സഹകരണ മേഖലയിൽ നടന്നത് റെക്കോർഡ് വിൽപ്പന. 312 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. 187 കോടി രൂപയാണ് കൺസ്യൂമർ ഫെഡിന് ലഭിച്ചത്. 339 രൂപയ്ക്ക് 15 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് ഓണച്ചന്തകളിൽ വിൽപ്പന നടത്തിയത്. കൺസ്യൂമർ ഫെഡിൽ 110 കോടി രൂപയുടെ മദ്യം വിൽപ്പന നടന്നു. ഉത്രാടം വരെയുള്ള കണക്കാണിത്. 250 കോടിയുടെ മദ്യ വിൽപ്പനയാണ് ഓഗസ്റ്റ് മാസം നടന്നത്. 3 ബിയർ യൂണിറ്റ് ഉൾപ്പെടെ 49 വിദേശ മദ്യ ഷോപ്പുകളിലൂടെയായിരുന്നു വിൽപ്പന. സംസ്ഥാനത്തെ മദ്യശാലകളിൽ നാളെ മുതൽ പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ ശേഖരിക്കാൻ തുടങ്ങും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 20 ഔട്ട്ലെറ്റുകളിൽ കുപ്പികൾ തിരികെ വാങ്ങും. പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള മദ്യം വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾ 20 രൂപ അധികം നൽകണം. ഒഴിഞ്ഞ കുപ്പി തിരികെ നൽകിയാൽ ഈ തുക തിരിച്ചു ലഭിക്കും. ഈ പദ്ധതി വിജയം കണ്ടാൽ 2026 ജനുവരി മുതൽ സംസ്ഥാനത്തെ 285 ഔട്ട്ലെറ്റുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗാർഹിക പ്രസവങ്ങൾ നടന്നിരുന്ന ജില്ല എന്ന ദുഷ്പേര് മാറ്റാനുള്ള മലപ്പുറത്തിന്റെ തീവ്ര ശ്രമം ഫലം കണ്ടു. ഗാർഹിക പ്രസവങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ ഫലമായി ജില്ലയിൽ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗാർഹിക പ്രസവങ്ങൾ നടക്കുന്ന ജില്ലയാണ് മലപ്പുറം. എന്നാൽ ഈ സവിശേഷ സാഹചര്യം മാറ്റിയെടുക്കാൻ ലക്ഷ്യമിട്ട് ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7-നാണ് ആരോഗ്യവകുപ്പ് ഒരു ബൃഹത്തായ ക്യാമ്പയിൻ ആരംഭിച്ചത്. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിൽ റാപ്പർ വേടന് എറണാകുളം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു. ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ച ദിവസമായ ഇന്ന് വേടന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കേസ് കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങളാണ് നടന്നിരുന്നത്. പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് രാജ്യത്ത് 3 മന്ത്രിമാർ രാജിവെച്ചിരുന്നു. അഴിമതിക്ക് പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനവും വലിയ ജനരോക്ഷത്തിന് കാരണമായിരുന്നു. ഈ തീരുമാനത്തിനെതിരെ യുവതലമുറ ജെൻസി വിപ്ലവം എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇത് പിന്നീട് പാർലമെന്റിലേക്ക് വ്യാപിക്കുകയും പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധത്തിൽ 19 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. അനന്തപുരിയിലെ 7 ദിവസം നീണ്ടുനിന്ന ഓണം വാരാഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന ഘോഷയാത്രയിൽ 1000-ലധികം കലാകാരന്മാർ അണിനിരക്കുന്ന 60ഓളം നിശ്ചല ദൃശ്യങ്ങളാണ് ഒരുങ്ങുന്നത്. സമാപന ഘോഷയാത്ര കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ശനിയാഴ്ച തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന രാഷ്ട്രീയ പര്യടനത്തിന് സംരക്ഷണം ആവശ്യപ്പെട്ട നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ വിജയ് തമിഴ്നാട് ഡയറക്ടർ ജനറലിന് കത്ത് നൽകി. പര്യടനം ഡിസംബർ 20 വരെ നീണ്ടു നിൽക്കുമെന്നും 38 ജില്ലകളിലും പര്യടനം നടത്തുമെന്നും TVK അറിയിച്ചു. ഇതിനോടനുബന്ധിച്ച എല്ലാ ജില്ലകളിലും പൊതുയോഗങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഈ യോഗങ്ങളിൽ മതിയായ പോലീസ് സുരക്ഷയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തണമെന്നും പാർട്ടി അഭ്യർത്ഥിച്ചു. അപേക്ഷയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന യാത്രാ വിവരണം അനുസരിച്ച് വിജയുടെ പര്യടനം സെപ്റ്റംബർ 27-ന് ചെന്നൈയിലെത്തുകയും ഒക്ടോബർ 25-ന് തിരിച്ചു പോവുകയും ചെയ്യും. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നടിയുടെ പരാതിയിൽ തിങ്കളാഴ്ച രാത്രിയാണ് എളമക്കര പോലീസ് സനലിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കൊച്ചിയിലെത്തിക്കുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയുമായിരുന്നു. നടിയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ എളമക്കര പോലീസ് കേസെടുക്കുകയും ലുക്ക് ഔട്ട് നോട്ടീസ് സർക്കുലർ ഇറക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള പരാതികൾ കെട്ടിച്ചമച്ചതാണെന്ന് സനൽകുമാർ അവകാശപ്പെടുന്നത്.
ലോക പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൻബർഗിനെയും 44 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയും വഹിച്ച് ഗാസയിലേക്ക് സഹായവുമായി പോയ കപ്പൽ ഇസ്രായേൽ ആക്രമിച്ചു. ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില കപ്പലിലാണ് ടൂണീഷ്യൻ തീരത്ത് ഡ്രോൺ ആക്രമണത്തിൽ തീപിടിച്ചത്. ഗാസ മുനമ്പിലെ ഇസ്രായേൽ ഉപരോധം മറികടന്ന് ഇവിടേക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കപ്പൽ. ആക്രമണത്തിൽ 6 യാത്രക്കാരും ജീവനക്കാരുമടക്കം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് കപ്പൽ കമ്പനി അറിയിച്ചു. ജനകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.